ഇനി കൊച്ചി കളമശ്ശേരി എന്നുള്ള വാർത്ത. ജെയ്സി എബ്രഹാം കൊലക്കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. ഡംബൽ ഉപയോഗിച്ച് തലയ്ക്കടിച്ചാണ് ജെയ്സിനെ കൊലപ്പെടുത്തിയെന്ന് വിവരം ലഭിക്കുന്നു. അറസ്റ്റിലായ ഖദീജ, പ്രതി ഗിരീഷ് ബാബുവിൻ്റെ കാമുകി, കൊലപാതകം നടത്തിയത് ജെയ്സിയുടെ വീട്ടിൽ സ്വർണവും പണവും ഉണ്ടെന്ന വിലയിരുത്തലിൽ. ശ്യാം കുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്യാം, കൂടുതൽ വിവരങ്ങൾ എന്താണ് പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ? ഈ കൊലപാതകം എങ്ങനെ നടത്തിയെന്ന് പ്രതികൾ പോലീസിന് നൽകിയ മൊഴിയുടെ വിശദാംശങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ കേസിൽ നേരത്തെ ഗൂഢാലോചന നടന്നിരുന്നു. അതായത് ഈ പ്രതിയായ ഗിരീഷ് ബാബു ഈ കേസിൽ വലിയ സാമ്പത്തികമായിട്ട് കടത്തിലൊക്കെ പെട്ടിരുന്ന ഒരാളാണ്. ഇതോടുകൂടി ജെയ്സിയുടെ വീട്ടിൽ നിരവധി സ്വർണവും പണവും ഒക്കെ ഉണ്ട് എന്ന് ഖദീജയും ഈ ഗിരീഷും തമ്മിൽ ഗൂഢാലോചന നടത്തിയിരുന്നു. ഖദീജ ഗിരീഷിന്റെ കാമുകയാണ് എന്നും മൊഴി നൽകിയിട്ടുണ്ട്. തുടർന്ന് ഗിരീഷ് ഈ വീട്ടിലേക്ക് മദ്യവുമായി എത്തുന്നു. മദ്യപിച്ച ശേഷം ബോധരഹിതയായ ജെയ്സി കട്ടിലിൽ കിടക്കുമ്പോൾ ബാഗിൽ സൂക്ഷിച്ച ഡംബൽ ഉപയോഗിച്ച് തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പറയുന്നു. ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാനായിട്ട് മുഖം തലയണ ഉപയോഗിച്ച് മറച്ചിരുന്നതായും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മരണം ഉറപ്പിച്ച ശേഷം ബാത്റൂമിലേക്ക് മൃതദേഹം വലിച്ചിടുകയായിരുന്നു. അത് ബാത്റൂമിൽ വീണ് മരണം സംഭവിച്ചു എന്നുള്ളത് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഈ കൊലപാതകത്തിനായി ഇയാൾ എത്തിയത് സഹോദരൻ്റെ ബൈക്കിലാണ്. ആ ബൈക്കിലെത്തിയ ശേഷം പിന്നീട് ഓട്ടോറിക്ഷയിൽ കയറിയാണ് ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തുകയും കൊലപാതക ശേഷം മടങ്ങുകയും ചെയ്തത്. ഹെൽമറ്റ് ധരിച്ചാണ് പ്രതി പൂർണ്ണമായും ഈ കൃത്യം നടത്തിയ സമയത്തെല്ലാം എത്തിയിരുന്നത്. കൊലപാതകം കഴിഞ്ഞ ഉടൻ തന്നെ ഖദീജയെ വിളിച്ച് കൊലപാതകം നടത്തി എന്നുള്ള വിവരം പറഞ്ഞിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ പോലീസ് ഇവരെ നിരീക്ഷിക്കുന്നുണ്ടോ എന്നറിയാൻ എല്ലാ ദിവസവും ഈ പ്രതികൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ പരിസരത്തെത്തിയിരുന്നു. പക്ഷേ പോലീസ് ഇവരെ നിരീക്ഷിക്കുന്ന വിവരം പ്രതികൾ അറിഞ്ഞിരുന്നുമില്ല. ഏതായാലും പ്രതികൾ നൽകിയ മൊഴിപ്രകാരം തന്നെ ആസൂത്രിതമായ ഒരു കൊലപാതകം, അത് സ്വർണവും പണവും കവരുന്നതിന് വേണ്ടിയാണ് എന്നുള്ള മൊഴിയാണ് പോലീസിന് നൽകിയിരിക്കുന്നത്. അല്പസമയത്തിനകം പ്രതികളെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. താങ്ക് യു. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്.